ഇന്ന് കടയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കടയ്ക്ക് നമ്മൾ സമൂസയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും അതേപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ അതാ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഒക്കെ പാക്കൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഓയിലുണ്ടായിരുന്നു അതിൽ. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ അകത്ത് വന്നിട്ട് കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കി. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇന്ന് നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പത്തിരി ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല. അപ്പോൾ നെയ്ച്ചോറാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഇതവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് സവാളയൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. സവാളയും തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് ചിക്കനൊക്കെ ഇട്ടാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി അവിടെ ആയിക്കോളും. അടുപ്പിൽ നല്ല കനലുണ്ട്. അപ്പോൾ തീയൊന്നും കത്തിക്കണമെന്നില്ല, കനലിൽ കിടന്നിട്ട് തന്നെ വന്നോളും. പിന്നെ ഇന്ന് പലഹാരം ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉണ്ടായിന് ഫ്രിഡ്ജിൽ. ബ്രെഡ് വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബ്രെഡ് റോളാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ല. ബ്രെഡ് ഞാൻ അതിൻ്റെ ആ ഒരു വക്ക് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിക്ക് ഫില്ലിങ് വെച്ച് കൊടുത്താണ്ട് ഇങ്ങനെ രണ്ട് ഭാഗവും അങ്ങനെ ഇതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലത് ശരിയായി, ചിലത് ശരിയായിട്ടില്ല കേട്ടോ. ബ്രെഡ് നല്ല ബ്രെഡ് വേണം, അല്ലെങ്കിൽ ആവി കയറ്റിയാലും മതി, വെള്ളത്തിലിട്ട് മുക്കണം എന്നില്ല. അപ്പോൾ ഫില്ലിങ് ബാക്കി ഇനിയും ഏതായാലും ആ ബ്രെഡ് കൊണ്ട് ഉള്ള സ്നാക്സൊക്കെ റെഡിയാക്കി. ഇനിയും പിന്നെ ഫില്ലിങ് ബാക്കി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മൈദ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. കുറച്ച് പാൽപ്പൊടി ഇട്ട് ഉപ്പിട്ട് അങ്ങനെ അടിച്ചെടുത്താണ്ട് ഒരു ദോശ ഓരോ ദോശകൾ ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു ദോശയ്ക്ക് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കൂല നമ്മൾ, ആ ഒരു രീതിയിലാക്കിയെടുത്ത് അങ്ങനെയൊക്കെ അതേപോലെ തന്നെ ആക്കിയെടുത്ത് പിന്നെ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ദോശൻ്റെ റെസിപ്പി എന്നോട് ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിന് ഇതിൻ്റെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ ദോശൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അങ്ങനെ അതാ ഒക്കെ റെഡിയാക്കിട്ടോ. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ റോളും അതേപോലെ തന്നെ നമ്മൾ മൈദ കൊണ്ട് ദോശ ഉണ്ടാക്കിയ റോളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഓയിലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനും. എന്നിട്ട് ഇതാ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എളുപ്പമാവും കേട്ടോ. രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിന് ചിക്കൻ റോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഫില്ലിങ്ങിൽ ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ പലഹാരമൊക്കെ റെഡിയായി. പിന്നെ അതാ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ചിക്കൻ കറിയിൽ ഓയിലൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. പക്ഷേ അത് ചിക്കൻ്റെ നെയ്യോണ്ടാണ് അങ്ങനെ എണ്ണ പാകി നിൽക്കുന്നത്. പിന്നെ അതേപോലെ നെയ്ച്ചോറും ഉണ്ടാക്കിനി കുക്കറിൽ. അപ്പോൾ അതൊക്കെ ആയി. പിന്നെ നമ്മൾ മാംഗോ ജ്യൂസാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഒക്കെ ടേബിൾമ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിനും, വത്തക്ക അതേപോലെ തന്നെ പച്ചമുന്തിരി ഓറഞ്ച് ഒക്കെ കുറേശ്ശേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് നെയ്ച്ചോറും കഴിച്ചു.